Welcome back to our channel. This is your Rio and this is our Hello guys. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്ന കുറച്ച് സ്ഥലങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓക്കി ഇന്ന് പറഞ്ഞു തരും. ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ചാൽ ആരാൽവായ് മൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മൾ തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഡിസ്ട്രിക്റ്റിന്റെ കന്യാകുമാരി എന്ന് പറയുന്ന സ്ഥലത്തിനകത്താണ് ഈ ആരാൽവായ് മൊഴി എന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ വിൻഡ് എനർജി അറിയാമല്ലോ. വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. നമുക്ക് വീഡിയോ ഇട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെട്ടയിലേക്ക് പോകുന്ന റൂട്ടിലാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇതാണ്ട് ഇവിടെ നോക്കുമ്പോൾ കന്യാകുമാരി പോലീസ് നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു ബോർഡൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണെന്നാണ് തോന്നുന്നത് നെട്ട. ഇതാ ഗൈസ്, പോലീസ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ കുറച്ച് കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയാലല്ലേ നെട്ട വരുന്നത്. അതെ 2 കിലോമീറ്ററിനകത്തുള്ളതാ. അതുപോലെ ട്രിവാൻഡ്രത്തിനകത്ത് ഒരു 50 കിലോമീറ്റേഴ്സിനകത്ത് ട്രിവാൻഡ്രത്തുനിന്ന് നെട്ടയിലോട്ട് വരാവുള്ളൂ. ഒരു ഏകദേശം 46 കിലോമീറ്ററാണ് നമ്മുടെ കണക്ക് കൊടുത്തത്. പിന്നെ നമ്മളിപ്പം ആൾറെഡി കയറി കഴിഞ്ഞു. ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ, നെട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വെള്ളം എല്ലാം കയറി കിടക്കുകയാണ്. ഇപ്പോൾ വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇറങ്ങിക്കിടന്ന സമയത്താണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ഇവിടെ മുഴുവനും കവർ ചെയ്ത് കുളിക്കാൻ വരുന്നത്. ഇവിടെ ഫുള്ളായിട്ട് ആളുകളൊക്കെയാണ്. ഇപ്പോൾ കൂടുതലും കുറച്ച് ആളുകളെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടും അത്ര വലിയ പ്രൊട്ടക്ഷനായിട്ട് ഇവിടെ ഇല്ല. കാരണം ഗാർഡൊന്നും ഇപ്പോൾ ഇല്ല. ഗാർഡൊക്കെ മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഗാർഡൊന്നും ഇല്ല. ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും പരിചയപ്പെട്ടായിരുന്നു. വേറെ ആരുമില്ല, ട്രിവാൻഡ്രം ഹണ്ടേഴ്സ് ഓണേഴ്സ് ക്ലബ്ബിലെ 2 മെമ്പേഴ്സാണ്. സോ എന്തായാലും പരിചയപ്പെടാം. അവരുടെ വണ്ടിക്ക് നല്ല ലിക്വിഡാണ് ചെയ്തിരിക്കുന്നത്. സോ കൂടുതലൊന്നും ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും നല്ല രസമാണ്. സോ ഓണേഴ്സിനെ നമുക്ക് എന്തായാലും പരിചയപ്പെടാം. ഓക്കെ, ഹായ് ബ്രോ, എന്താണ് പേര്? ശ്രീഹരി. എവിടെ നിങ്ങളുടെ ക്ലബ്ബ്? ഹണ്ടേഴ്സ് ഓണേഴ്സ് ക്ലബ്ബ് ട്രിവാൻഡ്രം അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുക? ഡോക്ടറാണ്. കണ്ടാൽ പറയത്തില്ല കേട്ടോ. ഓക്കെ ബ്രോ, എന്തായാലും വണ്ടിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യമുള്ള. ഓക്കെ, എന്തായാലും അപ്പോൾ പരിചയപ്പെടലെല്ലാം സന്തോഷമുണ്ട്. ഓക്കെ, ബൈ. ഗായ്സ്, ഇവിടുത്തെ മൃദുശക്കേര സ്ഥലമാണ്. അതായത് മൃദുശേഖര കൃഷി. ഞാൻ കാണിച്ചിരുന്നല്ലോ നേരത്തെ. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. തമിഴ്നാട് നല്ല വ്യൂ ആണ്. ഒരു സൈഡ് മൃദുശക്കയും മറ്റേ സൈഡ് ഫ്രണ്ടിൽ നമ്മളെ റിയോ വണ്ടി ഓട്ടിച്ചിട്ടുണ്ട്. പറഞ്ഞാല് ഇവിടുത്തെ വഴിയെന്ന് വെച്ചാൽ നൈസാണ് കേട്ടോ. 2 സൈഡ് പോയാൽ അതുപോലെ അപ്പുറത്ത് നെല്ല് എടുക്കണം. സാധാരണ കർഷകരുടെ നെല്ലെടുക്കണം. അതായത് ഇവിടെ നല്ല ആംബിയൻസ് ആണ്. അല്ല അറിയോ, നല്ല ആംബിയൻസ് അല്ലേ അറിയോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് നല്ല മലയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമ്മൾ നെൽപ്പാടവും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടത് നൈസായിട്ട്. നെല്ല് സാധാരണ നമ്മളവിടെയൊക്കെയാണ് ഹാളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. മെഷീൻ കണ്ട്. കാരണം ഭയങ്കര ഒരു വൈബാണ്. കാരണം ആ നെല്ലെടുത്ത് കഴിക്കാൻ വേണ്ടി. മതി എന്തായാലും ഓവറാക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓക്കേക്ക് പിന്നെ ഒരു അവസരം കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആഴവായ് മൊഴിയിലേക്ക് പോകുന്ന ഒരു റൂട്ടാണിത്. പക്ഷേ പോകുന്ന വഴിക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ ഇറങ്ങിയൊക്കെ നോക്കാം. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പം എന്തായാലും ഇവിടെ നിന്ന് പോവുകയല്ലേ. അപ്പോൾ ഓക്കെ അല്ലേ? ഇത് കണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ് ഇവിടെയുള്ള ഈ പശു, കാള, ഇതിനെല്ലാത്തിനും ഫ്രീ ആയിട്ടാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. ഞാൻ റോഡിൽ നടുക്ക് നിൽക്കുന്നുണ്ടോ. വണ്ടികളൊക്കെ നമ്മൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു വേണം.
മീൻസ് അവരൊന്നും അത് നോക്കത്തൊന്നുമില്ല. അപ്പം നമ്മൾ പോകേണ്ട സ്ഥലം ഇതല്ല, പക്ഷെ ഇവിടെ കുറച്ച് നല്ല രസമായിട്ടാണ് ഇവിടെ നിർത്തിയത്. പിന്നെ ഈ കാര്യം കാണിച്ചേക്കാം. നാട് കണ്ട കൈസ് നടുക്ക് കയറി നിൽക്കുന്നുണ്ടോ? മീൻസ് അങ്ങോട്ട് പോകുന്നില്ല, വണ്ടികൾ വന്നാലും വണ്ടി വേണമെങ്കിൽ നിൽക്കണം, ഞങ്ങൾ പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇവർക്ക് എല്ലാവർക്കും. എന്തായാലും ഗൈസ് അടിപൊളിയായിരുന്നു. പക്ഷെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല, എല്ലാവരും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. ഗൈസ് അടുത്ത് നമുക്ക് ഇവിടെയുള്ള അതായത് ആരാൻബായ് മൊഴിയിലെ തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. എനിക്ക് പേരൊന്നും അറിയത്തില്ല, എന്നിരുന്നാലും ഞാൻ കുറച്ച് ഇവിടെയുള്ള മലയും ഒക്കെ കാണിച്ചു തരാം. ആണോ, നല്ല വൈബല്ലേ ഇപ്പൊ. നമ്മളെ റിയോ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മുമ്പ് അവിടെ കണ്ട കാഴ്ചകളൊക്കെ കണ്ടായിരുന്നല്ലോ. അയ്യോ, ഇനി നമുക്ക് താഴോട്ടുള്ള കാഴ്ചകൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബ് സ്പോട്ടൊക്കെ തന്നെയാണ്, ഭയങ്കര പീസ്ഫുള്ളാണ് ഈ സൈഡ്. കുറച്ച് തമിഴിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാറ്റാടി അടുത്ത വെച്ച് പാക്കണം, ഒരു വിധം വീഡിയോ എടുക്കണം. ഗൈസ് ഫൈനലി നമ്മൾക്ക് ഇപ്പോൾ ആംഗിൾ പറഞ്ഞ ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞായിരുന്നു. സത്യത്തിൽ ഇവിടെ കൂടെ ആണോ പോണേന്ന് അറിയത്തില്ല, പക്ഷേ ഒരു ഗേറ്റ് കണ്ടു, ഒരു സ്ഥലം കണ്ടു, അതുകൊണ്ടൊന്നും നോക്കിയില്ല, അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കാണുന്നത്, ഇവിടെയാണ് കുറേ വിൻഡ് മിൽസ് ഉള്ളത്. സോ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. ഇത് ടോട്ടൽ എത്ര ആണ് എനിക്കറിയില്ല, ഇതിപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളിപ്പോൾ അരവാൻ വഴി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിൻഡ് എനർജിയുടെ അതിന്റെ മെയിൻ ഓഫീസല്ല, അതിന്റെ കേന്ദ്രം ഇങ്ങനെ പറയാം, അതിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അടിപൊളി വൈബാണ്, ലൊക്കേഷനൊക്കെ കണ്ടാണ് ഇവിടെ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊളോണൈസേഷൻ പീരീഡില് മുമ്പ് ബ്രിട്ടീഷുകാരിവിടെ അരംബോലി എന്നാണ് ഈ സ്ഥലത്തിന് പറഞ്ഞത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരംബോലി മാറിയിട്ടാണ് അരവായ് മൊഴി എന്ന് പറഞ്ഞ ആ പ്ലേസ്. ഇവിടെ വിൻഡ് എനർജി റിസോഴ്സ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. പിന്നെ അപ്പുറത്ത് കോളേജാണ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ 3000 വിൻഡ് അടുപ്പിച്ചുണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സ് 2030 നമുക്കിവിടെ കൺവേർട്ട് ചെയ്യാൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ട്രിവാൻഡ്രത്തിൽ നിന്ന് നമുക്കിവിടെ 70 കിലോമീറ്റർ അടുപ്പിച്ചാണ് നമുക്കുള്ളത്. പിന്നെ എന്ത് പറയാനുണ്ട്, നമ്മളൊരു പുള്ളിക്കാരനെ കണ്ടായിരുന്നു. പുള്ളിക്കാരൻ നൈസാണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇപ്പം അങ്ങോട്ടൊക്കെ സുഖിക്കുന്നുണ്ട്. പുള്ളി പണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡായിരുന്നു. ഇപ്പൊ പുള്ളി ഇവിടെ റിട്ടേൺ ചെയ്ത് മക്കളെല്ലാം വെളിയിൽ പോയി, അതുകൊണ്ട് ആട് മേച്ച് നടക്കുന്നത്. ഇവിടുത്തെ എല്ലാവരും ജോലി ഇതാണല്ലോ. അപ്പോൾ കണ്ടല്ലോ ഗൈസ്, സംഭവങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുറേ കാറ്റുമുണ്ട്, കുറേ കാറ്റടികളുണ്ട്, അതായത് വിൻഡ് മിൽസ് ഉണ്ട്. അതിലൂടെ ഇവിടെ കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്കൊരാളെ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് അവരോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവിടുത്തെ പരിപാടി ചെയ്യുന്നത്. കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഡാം, ഇതിന്റെ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഈ ഡാം എന്താ ഇങ്ങനെ ഇருக்கு പക്കത്തില് കൊണ്ടുണ്ട് 3000 കാറ്റാടുണ്ട്. 3000 കാറ്റാടുണ്ട്. ചൂട് കുറവായിരിക്കും എപ്പോഴും. പേരെന്താണ്? സച്ചിൻ 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 സച്ചിൻ. കേരളാണെന്ന് വന്ന് കേരള ട്രിവാൻഡ്രം ശരി വന്നിട്ടുണ്ടോ? ശരി. പിന്നെ ആര്യനാട്, നെയ്യാത്തങ്കര, കാട്ടാക്കട വന്നിട്ടുണ്ട്. യൂട്യൂബിൽ വരും. ഓക്കെ. ഒരു ടാറ്റ പണ്ടുമ്മ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. ഇനി അടുത്ത എന്താ പറയുക, ഇന്നത്തെ
യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നത്. അപ്പോൾ ഏത് സ്ഥലമാണ്? അറുപത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി പറ്റുവാണെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളായിരിക്കും. 3000 ഫാനുണ്ട് ഇവിടെ. പക്ഷേ ഇതിപ്പം ചെറുതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 3000 ഒന്നും എനിക്ക് എന്നെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും കണ്ടല്ലോ. അപ്പോൾ സൺസെറ്റും കൂടെ കാണിച്ചു തരാം. കണ്ടേ, സൂര്യൻ പോയിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല, സൂര്യൻ ഇവിടെ താഴുമ്പോൾ ഇവിടെ മൂണിങ്ങനെ പൊങ്ങി വരും. ഓക്കെ, മൂണിപ്പോൾ വന്നിട്ടില്ല. നീ ഇതിന് മുങ്ങുന്നത്, നീ ഉണ്ടായി ഇവിടെ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് റിയോ ആൻഡ് ദിസ് ഇസ് ഓഗി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ പറയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ സ്ഥലത്തിൽ വെച്ച് കാണുന്നവരേക്കും